ഇസ്രായേലിൻ രാജനേ ആരാധന 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 ആരാധന. ഇസ്രായേലിൻ രാജനേ ആരാധന 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 ആരാധന. ഫറവോയുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത ഉയിർത്തെഴുന്നേൽപ്പ് നഷ്ടപ്പെട്ടതുപോലെയുള്ള വേദനയിലൂടെ കടന്നുപോകുന്ന ഒരു സമൂഹം. പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതുമെല്ലാം നഷ്ടപ്പെട്ടു പോയ ദുരന്തത്തിന്റെ നാൾ വഴികളിലൂടെ കടന്നുപോയ ഒരു ജനത അവരുടെ മിഴികൾ ഉയർത്തി ഉന്നതങ്ങളിലേക്ക് നോക്കി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. ദൈവമേ, ഈ സങ്കടങ്ങളുടെ പുഴകളിൽ നിന്ന്, ഈ വേദനയുടെ താഴ്വരകളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുമോ എന്ന് നിലവിളിയോടെ പ്രാർത്ഥിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ആ ദൈവജനത്തിന്റെ സങ്കടങ്ങളുടെ, വേദനകളുടെ, വറുതിയുടെ നാൾ വഴികളിൽ അവർക്കൊരു തുഷാര ബിന്ദു പോലെ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറ്റുന്ന ദൈവമായി ഞാൻ വരാമെന്ന്. ഇസ്രായേലേ, നിനക്ക് ഞാൻ തുഷാര ബിന്ദുവായി തീരുമെന്ന് അവിടുത്തെ തിരുവചനം. ആ വചനം ശ്രവിച്ച ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ മുന്നിലേക്ക് മിഴിയുയർത്തി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ചെങ്കടൽ കടന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന പറുദീസായുടെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിന്റെ സമൃദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അതേ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അവിടുത്തെ മിഴികളിലേക്ക് നമുക്ക് എല്ലാവർക്കും നോക്കാം. അസ്തമിക്കാത്ത സ്നേഹം നൽകുന്ന, അകലാത്ത വാത്സല്യം നൽകുന്ന ഈശോയുടെ മുൻപിൽ നിന്ന് ഒരുപക്ഷെ ഇസ്രായേൽ മക്കളെ പോലെ തകർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇപ്പോൾ നീ പ്രാർത്ഥിച്ചാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഈ മണിക്കൂറിൽ ഇടപെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇസ്രായേലേ, നിനക്കു ഞാൻ തുഷാര ബിന്ദു പോലെയാ. ഇസ്രായേലേ, നിനക്കു ഞാൻ തുഷാര ബിന്ദു പോലെയാ. ഇസ്രായേൽ മക്കളുടെ കരച്ചിൽ കേട്ട് അവരുടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്ത അതേ തിരുവചനം ഇന്ന് ഈ ആരാധനയിലായിരിക്കുന്ന നമ്മളോടും അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാം. നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം നിന്റെ കൺമുമ്പിൽ നീ എഴുന്നള്ളിയിരിക്കുന്നത് സ്നേഹത്തോടെ നോക്കി ഈ സമയത്ത് പ്രാർത്ഥിക്കാം.
എല്ലാം നഷ്ടപ്പെട്ടു പോയ അനുഭവമായിരിക്കാം. ഇനി ജീവിതത്തിൽ ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്ന രീതിയിൽ തകർന്ന അനുഭവമായിരിക്കാം. പക്ഷെ ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഈശോ നിനക്ക് പുതിയ ജീവിതം നൽകാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ച അതേ ദൈവം, വിശന്നു വലഞ്ഞ് മരണത്തോളം തകർന്നുപോയ ഏലിയായുടെ മുൻപിൽ ദൂതനായി ദൈവം അവതരിച്ച് ദൂതനിലൂടെ ദൈവം പറഞ്ഞു, നിന്റെ ജീവിതത്തിന് ഞാൻ പുതുമ നൽകുന്ന, നിനക്കൊരു ചൈതന്യത്തിന്റെ മലമുകളിലേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് അരുൾ ചെയ്ത ദൈവം എഴുന്നള്ളിയിരിക്കുന്ന സമയം, പുതിയ ഇസ്രായേലായി നമ്മൾ ഈ സമയത്ത് മാറാൻ, ഇസ്രായേൽ മക്കൾ കർത്താവിനെ ആരാധിച്ചതുപോലെ ആരാധിക്കാൻ ഈ സമയത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടുകൂടെ ആയിരിക്കാം. ഇരു കരങ്ങളും ഉന്നതങ്ങളിലേക്ക് ഉയർത്താൻ നമുക്ക് എല്ലാവർക്കും. ഇസ്രായേലിനെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച ദൈവം, എലിയ മരണത്തിന്റെ താഴ്വരയിൽ കിടക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ട് അവനെ ആശ്വസിപ്പിച്ച ദൈവം, പാത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ പെട്ട് ഈശോ നഷ്ടപ്പെട്ടതിന്റെ വിങ്ങലോടുകൂടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന യോഹന്നാന് അവിടുന്ന് സ്വർഗത്തിന്റെ ആനന്ദം നൽകിയതുപോലെ ഇനി ആരാധനയിൽ മിഴിയുയർത്തി കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ സമയത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആരാധനയുടെ ചൈതന്യത്തിൽ നിന്ന് കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരുപക്ഷെ നമ്മൾ ഏത് സ്ഥലത്തായിരിക്കട്ടെ, സാഹചര്യങ്ങളിലായിരിക്കട്ടെ, കർത്താവിനെ ഈ സമയത്ത് ഇരു കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ, അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ അനേകരിൽ നിന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്ത് അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ ഉയർത്തുന്ന, അങ്ങയുടെ സ്നേഹത്തിന്റെ പര്യായമാക്കി ഞങ്ങളെ മാറ്റുന്നതിന് ഓ യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നോളം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ആരാധനയുടെ ഈരടികളിൽ ഏറ്റുപാടി അവിടുത്തെ ആരാധിക്കാം. ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് പോലെ ചെങ്കടന്റെ മുമ്പിൽ നിന്ന് കർത്താവേ, പ്രതിബന്ധത്തെ അതിജീവിക്കാൻ എനിക്കാവില്ലേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മോശയുടെ അടുത്തും കൂട്ടുകാരായ ഇസ്രായേൽ മക്കളോടും അവിടുന്ന് അരുൾ ചെയ്തു, നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ദൈവമായ കർത്താവ് എഴുന്നള്ളി വന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങൾ മാറ്റുമെന്ന് ആഹ്വാനം ചെയ്ത കർത്താവ് ഈ സമയത്ത് നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളും ഓർക്കാം. ജീവിതത്തിൽ ചെങ്കടൽ പോലെ മുൻപിൽ നിൽക്കുന്ന ചില പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ ആരാധനയിലുണ്ടെങ്കിൽ ഈ മണിക്കൂറിലൂടെ ആ പ്രതിബന്ധങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരിക്കൽ കൂടി ഇരു കരങ്ങളും ഉന്നതങ്ങളിലേക്ക് ഉയർത്താം. നിന്റെ ജീവിതത്തിലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിബന്ധങ്ങൾ ഓർക്ക്. ഒരുപക്ഷെ ആർക്കും തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രതിബന്ധത്തിന്റെ വഴികളിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ആരാധനയുടെ സമയത്ത് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ശക്തമായ സാന്നിധ്യത്താൽ ആ മേഖലകൾ മാറ്റി പ്രതിബന്ധങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്
ഒരിക്കൽ കൂടി എല്ലാ മക്കളും ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവായ ദൈവത്തിന്റെ മഹത്വത്താൽ എല്ലാ ബന്ധനങ്ങളും ഈ ആരാധനയിലായിരിക്കുന്ന ശാലോം ടെലിവിഷനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും പ്രതിബന്ധങ്ങളിൽ നിന്ന് കർത്താവായ ദൈവത്തിന്റെ നാമത്താൽ അത്തരം മേഖലകളിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി പാടാം. ജോഷുവയുടെ ജീവിതത്തിലും ഒരു വലിയ പ്രതിബന്ധത്തിന്റെ കനലിലൂടെ ജോഷുവ കടന്നു പോകുന്നത് പഴയ നിയമ ചരിത്രത്തിൽ കാണുന്നു. ജെറീക്കോ പട്ടണത്തിന്റെ മുൻപിൽ നിസ്സഹായനായി നിൽക്കുന്ന ജോഷുവ ഈ കോട്ടം അതിലെങ്ങനെ തകർക്കുമെന്ന് പോലും അറിയാതെ വലിയ വേദനകളിലൂടെ കടന്നു പോകുന്ന ജോഷുവയുടെ അടുത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, 7 ദിനരാത്രങ്ങൾ നീ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ, 7-ാം ദിവസം നീ കാഹളമൂതി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദൈവം ആ വലിയ ചെങ്കോട്ട തകർക്കുമെന്ന് കർത്താവിന്റെ തിരുവചനം. അവർ അപ്രകാരം 7 ദിവസം പ്രാർത്ഥിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സന്നിധിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ആ വലിയ കോട്ട, ആർക്കും തകർക്കാൻ പറ്റാത്ത കോട്ട തകർത്ത് അവരെ രക്ഷിച്ചത് നീ ഓർക്ക്. നിന്റെ ജീവിതത്തിലെ രോഗത്തിന്റെ ചില കോട്ടകളുണ്ട്, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മാനസിക സംഘർഷങ്ങളുടെ കോട്ടകളുണ്ട്, തകർന്നുപോയ കുടുംബ ബന്ധത്തിന്റെ ചില കോട്ടകളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ എല്ലാം ഈ സമയത്ത് സമർപ്പിക്കട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാവിധ കോട്ടകളിൽ നിന്ന്, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജീവിതാവസ്ഥകളിൽ നിന്ന് കർത്താവേ എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി, ഉന്നതങ്ങളിലേക്ക് ഉയർത്തി, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിലുള്ള ചില പ്രതിബന്ധങ്ങൾ, ശാരീരിക, മാനസിക, ആത്മീയ മേഖലകളിൽ തകർന്നുപോയ പ്രതിബന്ധം പോലെ നിൽക്കുന്ന ചില അനുഭവങ്ങൾ, അതെല്ലാം വിട്ടുമാറാൻ ഈ ആരാധനയുടെ സമയത്ത് കർത്താവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോഷുവയുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങൾ മാറ്റിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ സങ്കടകരമായ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ. നെബൂഖദ്നേസർ രാജാവിന്റെ കൽപ്പന പ്രകാരം ദാനിയേലിനെ ഒരു സിംഹക്കുഴിയിൽ കൊണ്ടുപോയി തള്ളിയിടുന്നു. വിശന്നു വലഞ്ഞ സിംഹക്കുഴിയിൽ നിന്ന് കടിച്ചു കീറാനായി മുന്നിൽ നിൽക്കുന്ന സിംഹത്തിന്റെ മുൻപിൽ നിന്ന് ദാനിയേൽ ദൈവസന്നിധിയിലേക്ക് മിഴി ഉയർത്തി പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ പ്രതിസന്ധിയിൽ നിന്ന്, എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് കടിച്ചു കീറാൻ വന്ന സിംഹം അവന്റെ കാലിൽ ചേർന്നൊരുമി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നിന്ന് അവനെ അനുഗ്രഹിച്ചതിന്റെ
സാക്ഷ്യം പഴയ നിയമത്തിൽ ദാനിയേലിന്റെ ജീവിതം ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷേ ജീവിതത്തിന്റെ മുൻപിൽ നമ്മളെ വെറുക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, ശത്രു നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, മദ്യത്തിനും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ അടിമത്തത്തിന്റെ മേഖലയിൽ കഴിയുന്നവരുണ്ടെങ്കിൽ, അതിൽ നിന്നെല്ലാം കർത്താവേ ആരാധനയിലൂടെ അങ്ങ് വിടുവിച്ച്, അങ്ങ് ദാനിയേലിനെ രക്ഷിച്ചതുപോലെ സിംഹക്കുഴിയിൽ നിന്നും രക്ഷിച്ച്, ആ തീക്കുണ്ടത്തിൽ വീണ ദാനിയേലിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവനെ രക്ഷിച്ച അതേ ദൈവമേ, അപകടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ ഇന്നോളം രക്ഷിച്ചതിനും ഇനിയും അങ്ങയുടെ രക്ഷ അനുഭവിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം ഇന്നോളം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടെ അസ്തമിക്കാത്ത സ്നേഹം നൽകുന്ന അതേ ചൈതന്യം, അകലാത്ത കാരുണ്യം നൽകുന്ന ചൈതന്യത്തെ നമുക്ക് ഓർക്കാം. അസ്തമിക്കാത്ത സ്നേഹത്തെ ആരാധിക്കാൻ വരുന്നു, അകലാത്ത കാരുണ്യത്തെ ആരാധിക്കാൻ വരുന്നു. ഓരോ പുലരിയിലും വഴിയും കാരുണ്യത്തെ വാഴ്ത്താം, മണ്ണിൽ നിന്നെ നാളിലും ഏക രക്ഷകനീശോ. സക്രാരിയിൽ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഏക രക്ഷകനായ മിശിഹായാണെന്ന് അനുഭവിക്കട്ടെ. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാന്തതയിലൂടെ നീ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, നീ യേശു ക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നൽകുന്ന 3 ദൈവ പുണ്യങ്ങളെ നിനക്കോർക്കാം. നീ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ, നീ ദൈവിക മകനായി തീരാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം നിന്റെ ജീവിതത്തിൽ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി അവിടുന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ആരാധനയിലായിരിക്കുന്ന നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, വീണുപോയ, എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ തളർന്നുപോയ ഒരുപാട് മേഖലകളിലാണ് കിടക്കുന്നത് എന്ന് ഓർക്കട്ടെ. 38 വർഷത്തിന്റെ വേദനയിലൂടെ കടന്നുപോയൊരു മകൻ, ദൂതൻ കടന്നു പോകുമ്പോൾ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആരുമില്ലാത്തതിന്റെ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു മകനോട് ഈശോ ചോദിക്കുന്നുണ്ട്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു മൈ ഡിയർ സൺ? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് ചോദിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ അവൻ എഴുന്നേൽക്കുന്ന ചിത്രം, അവൻ എഴുന്നേൽപ്പിച്ച് അവനെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ ചൈതന്യം. ഇന്ന് ഈ ആരാധനയിൽ മിഴിനീരോടെ പ്രാർത്ഥിക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങളിൽ വീണുപോയ അനുഭവങ്ങളിലുണ്ടെങ്കിൽ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. സക്കേവൂസിനെ എഴുന്നേൽപ്പിച്ച്, സിക്കമോർ മരത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന്റെ ജീവിതത്തിലേക്ക് ഈശോ ഇടപെട്ടതുപോലെ ഇന്ന് ഈ ആരാധനയിൽ നിൽക്കുന്ന നമ്മളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണട്ടെ.
നീ ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന രണ്ടാമത്തെ പ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ വിശപ്പും അവിടുന്ന് മാറ്റുന്നു എന്നുള്ളതാണ്. എലിയ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു, നീ എഴുന്നേൽക്ക്, ഞാൻ തരുന്നത് ഭക്ഷിക്ക് എന്ന്. ഒരുപാട് മേഖലകളിലൂടെ വിശപ്പിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ശാരീരിക മാനസിക ആത്മീയ മേഖലകളിൽ വിശപ്പിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈശോ നിനക്ക് നിന്റെ ജീവിതത്തിൽ സമൃദ്ധി നൽകി നിന്നെ അനുഗ്രഹിക്കുന്നത് നീ അനുഭവിക്കും. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലെയും വിശപ്പ് മാറും. 3, നീ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് അവിടുന്ന് നിനക്ക് മുൻപേ സഹയാത്രികനായി തീരുന്നു. നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേൽ നിൽക്കാം. മുട്ടിന്മേൽ നിന്ന് കർത്താവിന്റെ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ഞങ്ങളുടെ ഈ 3 മേഖലകൾ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങൾ മാറ്റുന്ന അങ്ങയെ ഞങ്ങൾ ഈ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കണമേ. നീ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ വീണുപോയ മേഖലകളിൽ നിന്ന് ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ജീവിത പങ്കാളി, സഹോദരങ്ങൾ, ഞങ്ങളുടെ അയൽപ്പക്കങ്ങളിലുള്ള എല്ലാവരെയും അവിടുന്ന് ഉയർത്തി ഒരു പുതിയ ഉണർവിന്റെ ജനതയാക്കി പുതിയ പെന്തക്കോസ്തൽ അനുഭവത്തിലേക്ക് അവിടുന്ന് ഉയർത്തണമേ. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി വ്യക്തികൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇല്ലാതെ ക്ലേശിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശാരീരിക വിശപ്പും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക മേഖലകളിലെ എല്ലാ വിശപ്പും മാറ്റി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഒരനുഭവം ഞങ്ങൾ ദാഹിച്ച് അങ്ങയോട് ചേർന്ന് ഈ ആരാധനയുടെ സമാപനത്തിൽ ഞങ്ങളായിരിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ